പലപ്പോഴും നാം സഹായത്തിനായി ഓടുകയും പ്രയത്നിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് സഹായം ലഭിക്കുകയും ചെയ്യും. ചില സ്ഥലങ്ങളിൽ നമുക്ക് ലഭ്യമാകുന്ന സഹായം വ്യർത്ഥമായിരിക്കും. എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനിൽ നിന്ന് ലഭ്യമാകുന്ന എല്ലാ സഹായങ്ങളും വ്യർത്ഥമാണെന്ന് നാം മറന്നു പോകരുത്. എന്നാൽ ദൈവവചനത്തിൽ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 124 സങ്കീർത്തനം അതിൻ്റെ 8 വാക്യം, നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നു. അതെ, നമ്മുടെ സഹായം എവിടെ നിന്നാണ് വരുന്നത്? ഒന്ന്, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നു. നമുക്ക് ലഭിക്കുന്ന സഹായത്തിന് ഒരു അധികാരമുണ്ട്. നമുക്ക് ലഭിക്കുന്ന സഹായത്തിന് പിമ്പിലൊരു ശക്തി ഉള്ളതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മാനുഷിക ബുദ്ധി കൊണ്ടോ കഴിവുകൊണ്ടോ ചിന്തിക്കുന്നതിനേക്കാൾ വലുതാണ് ആകാശവും ഭൂമിയും. എന്നാൽ അതിനെ വാക്കിനാൽ നിർമ്മിച്ച സർവശക്തനാകുന്ന ദൈവത്തിൻ്റെ പക്കലാണ് നമ്മളുടെ സഹായം ഇരിക്കുന്നത്. അതെ, വ്യർത്ഥ സഹായത്തിനായി മനുഷ്യൻ ഓടുകയും അധ്വാനിക്കുകയും ചെയ്യുമ്പോഴും ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിങ്കൽ ഇരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം വ്യക്തമായി തിരിച്ചറിയേണ്ടുന്ന ഒരു തിരിച്ചറിവാണിത്. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? അതെ, 121 സങ്കീർത്തനം അതിൻ്റെ 2 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. അതെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും നമ്മെ നടത്തുവാൻ, പരിപാലിക്കുവാൻ, സഹായിക്കുവാൻ, കരുതുവാൻ, നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് നയിപ്പാൻ തക്കവണ്ണം നാം തയ്യാറാകുകയും ഒരുങ്ങുകയും ചെയ്യുമ്പോൾ ആ സാഹചര്യങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭ്യമായി തീരും. അതിനുവേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത്? ഒന്ന്, നാം ചെയ്യുന്നു, പിൻപിലുള്ളതിനെ മറക്കുന്നു, മുൻപിലുള്ളതിനു വേണ്ടി ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ഫിലിപ്പിയ ലേഖനം 3 13-14 വാക്യങ്ങൾ. അതെ, പിൻപിലുള്ളത് മറക്കുക, ക്രിസ്തുവേശുവിൻ്റെ വിളിയെ ഓർക്കുക, ദൈവിക തൽപരരായി നാം മുൻപോട്ട് പോകുക. അതെ, ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവം നമുക്കൊരുക്കുന്ന വഴികളെ മനസ്സിലാക്കുവാൻ സഹായം വരുന്ന ദൈവത്തിങ്കലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തിക്കൊണ്ട് വിശ്വസ്തയോടെ, ധൈര്യത്തോടെ നമുക്ക് നമ്മുടെ നാളുകളെ കഴിക്കാം. നമ്മളുടെ സഹായം വ്യർത്ഥമായി പോകത്തില്ല. നാം അലഞ്ഞു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിൻ്റെ സഹായം എപ്പോഴും തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ദൈവത്തിൻ്റെ